മുംബൈയിൽ നിന്നാണ് പ്രൊജക്ട് കിട്ടിയതെന്നും ഇവിടെ പഠിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുവെന്നും ഉത്തര പറഞ്ഞു. മുംബൈ പ്രവാസി കൂട്ടായ്മ എന്ന നിലയ്ക്ക് എടുത്തു പറയേണ്ട നേട്ടമായിരുന്നു നാട്ടരങ്ങ് നടത്തിയ ഈ ദൃശ്യോത്സവമെന്നും സംവിധായകൻ പ്രിയനന്ദൻ. ക്രിയാത്മകമായ ഒരു കാര്യത്തെ അന്വേഷിക്കാനുള്ള ഒരു വലിയ വഴിയാണ് ഈ ഹ്രസ്വ സിനിമ എന്ന് പറയുന്നത്. അതിലൂടെ കൂടുതൽ തെളിച്ചവും വെളിച്ചവും കിട്ടാൻ ആളുകൾക്ക് ഇത്തരം വേദികൾ ഉണ്ടാവുന്നത് നല്ലതാണ്. വർഷങ്ങളായി മറുനാട്ടിൽ കഴിയുന്ന പ്രവാസി മലയാളികൾ നിർമ്മിക്കുന്ന ഇത്തരം സൃഷ്ടികൾക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല എന്നും അതുകൊണ്ടാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചതെന്നും മികച്ച നടനുള്ള പുരസ്കാരം നേടിയ നാട്ടരങ്ങിന്റെ ചെയർമാൻ കൂടിയായ രവി തൊടുപുഴ പറഞ്ഞു. പ്രദർശിപ്പിച്ച ചിത്രങ്ങളെക്കുറിച്ച് വിധികർത്താവ് കൂടിയായ കേളി രാമചന്ദ്രൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. ഓർമ്മയിൽ ഒരിക്കലും ഇത്രയെങ്കിലും വിപുലമായിട്ടുള്ള ഒരു ഹ്രസ്വ ചലച്ചിത്രമേള ഉണ്ടായിട്ടില്ല. ഏറ്റവും നല്ല ബാലതാരമായി തിരഞ്ഞെടുത്തത് അംബിക വർമ്മയാണ്. മികച്ച നടിയായി അജയദാസനും മികച്ച രണ്ടാമത്തെ നടിയായി സുമാ മുകുന്ദനും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരം ഹൃതിക് ചന്ദ്രൻ സംവിധാനം ചെയ്ത ലാസ്റ്റ് ബ്രീത്ത് സ്വന്തമാക്കി. മികച്ച രണ്ടാമത്തെ സംവിധായകനും ഹൃതിക് ചന്ദ്രൻ തന്നെ. ഞാൻ 2008 ബോംബെയിൽ വരുന്നത്. അപ്പോഴാണ് നമുക്ക് നവംബറിലാണ് സ്ഫോടനം നടന്നത് CSTയിൽ. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ അതിന്റെ ബാക്കിൽ കുറച്ചിങ്ങനെ ഒരു പത്രവാർത്തയിൽ നിന്നാണ് നമുക്ക് ലാസ്റ്റ് ബ്രീത്ത്. മുംബൈയിൽ നടന്ന ആദ്യ പ്രവാസി ഹ്രസ്വചിത്ര പ്രദർശനം ചലച്ചിത്ര പ്രേമികൾക്ക് നവ്യാനുഭവമായി മാറി. മുംബൈയിലെ ഒരുപറ്റം മലയാളി യുവാക്കൾ തുടക്കമിടുന്ന യൂത്തൊപ്പം എന്ന വെബ് സീരീസിന്റെ ആദ്യ പ്രദർശനം നടന്നു. സാമൂഹ്യ സംസ്കാര രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. അഭിനയ രംഗത്ത് താൽപര്യമുള്ള ജോലിക്കാരും വിദ്യാർത്ഥികളുമായ ചെറുപ്പക്കാരാണ് മുംബൈയിലെ ആദ്യ മലയാള വെബ് സീരീസിന് തുടക്കമിടുന്നത്. താനെ വിന്യാസ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി കലാസ്വാദകർ പങ്കെടുത്തു. നിരഞ്ജ് മേനോൻ സംവിധാനം ചെയ്യുന്ന യൂത്തപ്പത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് രാഹുൽ മേനോനാണ്. വിജയകുമാർ, രജനി, ശിവപ്രസാദ്, വിനീജ, രാഹുൽ തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. ആസ്വാദന നിലവാരത്തിന്റെ തകർച്ചയാണ് നല്ല സിനിമകളുടെ അഭാവമെന്ന് സംവിധായകൻ പ്രിയനന്ദൻ. സമൂഹത്തിൽ ഇടപെടുന്ന മനുഷ്യരെ നിശബ്ദരാക്കിക്കൊണ്ടിരിക്കുന്നതിനെതിരെയാണ് തന്റെ പുതിയ ചിത്രമെന്നും അദ്ദേഹം പറഞ്ഞു. ചിത്രീകരണം പൂർത്തിയായ പാതിരാക്കാലത്തിൽ സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യമുള്ള വ്യത്യസ്തമായ പ്രമേയവുമായാണ് ഇക്കുറി പ്രിയാനന്ദൻ എത്തുന്നത്. വർത്തമാനകാലത്തെ മനുഷ്യാവസ്ഥയെ കോറിയിടുന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പ്രിയാനന്ദൻ പങ്കുവച്ചു. പാതിരാക്കാലം എന്ന് പറയുന്നത് നമ്മൾ ഓരോ മനുഷ്യരും ഓരോ തരത്തിലും പിന്നെ ഭയം അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഭയം എന്തുകൊണ്ടാണ് ഒരു സൊസൈറ്റിയുടെ ഉള്ളിൽ കയറി വരികയും നമ്മൾ പലപ്പോഴും പ്രതികരിക്കണമെന്നോ അല്ലെങ്കിൽ ഇടപെടണമെന്ന് തോന്നുന്ന കുറേ മനുഷ്യർ ഉൾവലിഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഒരു കാലത്ത് വളരെ പൊളിറ്റിക്കലായിട്ടുണ്ടാക്കുന്ന